കുട്ടികൾക്ക് പറയാനുണ്ട് എന്നാണ് പറയുന്നത്. ടീച്ചർ ചവിട്ടി എവിടെ എന്തിനു ചവിട്ടി? ബുക്ക് കൊടുന്നില്ലാറുണ്ട്. അപ്പൊ ഗേൾസ് 5 പേരെ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി മൊത്തം ബോയ്സ് ആയിരുന്നു. അപ്പൊ ആ 5 പേരിൽ അവള് ഒരാള്, പിന്നെ ബാക്കിയുള്ള പെൺകുട്ടികൾ അവൾക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ആ ഒരു വിഷമത്തിലും അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ നമ്മൾ കണ്ടത് സെന്റ് ഡൊമിനിക് കൺവെന്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഒരു 9ാം ക്ലാസ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി സംഘടനകൾ നടത്തുന്ന പ്രക്ഷോഭത്തിനിടക്ക് ആ സ്കൂളിലെ മറ്റു വിദ്യാർത്ഥികൾ അവർക്ക് മുമ്പുണ്ടായിട്ടുള്ള ദുരനുഭവങ്ങൾ തുറന്നു പറയുന്നതാണ്. ഇന്നലെ ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന മറ്റൊരു സോഷ്യൽ മീഡിയ പേജിലേക്ക് ആ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ കുറച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവരോട് ചോദിക്കേണ്ടത്, എന്തുകൊണ്ട് ആ കാലഘട്ടത്തിൽ നിങ്ങൾ ഈ വിഷയം മറ്റുള്ളവരോട് തുറന്നു പറഞ്ഞില്ല? ആ ഏജ് എന്ന് പറയുന്നത് അവർക്ക് മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം അവരുടെ തന്നെ കുറവാണോ എന്ന് വിചാരിച്ച് ആരോടും ഹൈഡ് ചെയ്യാണ് ഉണ്ടായി എന്നാണ് അവർ പറയുന്നത്. ഇത്തരത്തിലുള്ള സ്കൂളുകൾ, മാനേജ്മെൻറ്റ് സ്കൂളുകൾ, കുറച്ച് അധ്യാപകർ, കുറച്ച് രക്ഷിതാക്കളൊക്കെ എല്ലാ കാലത്തും വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ എതിർക്കുന്ന ആളുകളാണ്. SFI ആയിക്കോട്ടെ, MSF, KSU, BP, ഏത് വിദ്യാർത്ഥി സംഘടന ആയിക്കോട്ടെ, ആ സ്കൂളിൽ നന്നായിട്ടൊരു വിദ്യാർത്ഥി സംഘടന പ്രവർത്തിക്കുന്ന സ്കൂളായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ ആത്മഹത്യ നടക്കില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരു വിദ്യാർത്ഥി സംഘടന നേതാവുണ്ടെങ്കിൽ കുട്ടി അയാളുമായി ഷെയർ ചെയ്യുകയാണെങ്കിൽ അതിനെതിരെ പോരാടാനുള്ള ഒരു മനസ്സ് ആ വിദ്യാർത്ഥിക്ക് അവിടെ നിന്ന് കിട്ടും. ഇപ്പോൾ തന്നെ അവരെങ്ങനെയാണ് സംസാരിച്ചു തുടങ്ങിയത്? അവരുടെ കൂടെ നിൽക്കാൻ ഒരാളുണ്ട് കണ്ടപ്പോഴാണ് അവിടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ അവർ വിളിച്ചു പറയാൻ വേണ്ടി തുടങ്ങിയത്. നമ്മുടെ രാഷ്ട്രം ഒരു ജനാധിപത്യ രാഷ്ട്രമായതുകൊണ്ട് തന്നെ ഇവിടെ രാഷ്ട്രീയം സംസാരിക്കാതെ എങ്ങനെ ഒരു വിദ്യാർത്ഥിക്ക് വളരാൻ വേണ്ടി കഴിയും? നമ്മൾ മനസ്സിലാക്കേണ്ടത് 2 പേര് അടിപിടി കൂടുന്നതല്ല യഥാർത്ഥ രാഷ്ട്രീയം. തൻ്റെ സന്തോഷത്തേക്കാൾ മറ്റുള്ളവരുടെ സന്തോഷത്തിന് പ്രാധാന്യം നൽകുന്നവരാണ് ഇപ്പോൾ യഥാർത്ഥ രാഷ്ട്രീയക്കാർ. എല്ലാ കാലത്തും വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ എതിർക്കുന്ന ഒരുപാട് രക്ഷിതാക്കളും ഒരുപാട് സ്കൂൾ മാനേജ്മെൻറ്റും നമ്മുടെ ഇടയിലുണ്ട്. അവർക്കൊക്കെ ഒരു മാറ്റം വന്ന് യഥാർത്ഥ വിദ്യാർത്ഥി രാഷ്ട്രീയം തിരിച്ചറിഞ്ഞ് അതിനൊരു മാർഗ്ഗരേഖ തയ്യാറാക്കി സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കണം എന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻറ്റ് ചെയ്യാമോ?